സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും തിരുവനന്തപുരം മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും BJP അംഗത്വം സ്വീകരിച്ചു. K. സുരേന്ദ്രനൊപ്പമാണ് തമ്പാനൂർ സതീഷും പത്മിനി തോമസും BJP ഓഫീസിൽ എത്തിയത്. പുനഃസംഘടനയിൽ പ്രതിഷേധിച്ച് തമ്പാനൂർ സതീഷ് അടുത്തിടെയാണ് കോൺഗ്രസ് വിട്ടത്. വിവരങ്ങളുമായി അൽ അമീൻ നമുക്കൊപ്പം. അൽ അമീൻ, പത്മിനി തോമസിന്റെ പേരായിരുന്നു രാവിലെ അമീൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ തമ്പാനൂർ സതീഷ് കഴിഞ്ഞ ദിവസമൊക്കെ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസിനെതിരെ, നേതൃത്വത്തിനെതിരെ. ഇപ്പോൾ BJPയിലേക്ക് എത്തിയിരിക്കുന്നു. വന്ന വഴിയേത്? പുതിയ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ചില നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് സഹയാത്രികയായിരുന്ന പത്മിനി തോമസുമാണ് ഇപ്പോൾ BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. BJPയുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന വേള അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചടങ്ങിനെത്തിയാണ് ഇരുവരും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. വട്ടിയൂർക്കാവ് മേഖലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മണ്ഡലം ബൂത്ത് ഭാരവാഹികളായിട്ടുള്ള മുൻ ഭാരവാഹികളായിട്ടുള്ള ചില ആൾക്കാർ കൂടി മെമ്പർഷിപ്പ് സ്വീകരിക്കുമെന്നുള്ളതാണ് നേതാക്കൾ അറിയിച്ചിരുന്നത്. അവരൊരു പക്ഷേ അല്പസമയത്തിനകം അവരും മെമ്പർഷിപ്പ് സ്വീകരിക്കും. പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തുമ്പോൾ മറ്റു മുതിർന്ന ചില നേതാക്കൾ കൂടി പാർട്ടിയിലേക്ക് വരുമെന്നാണ് BJP നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഈ നേതാക്കൾ വന്ന് മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. പത്മിനി തോമസിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായും കോൺഗ്രസിന്റെ സഹയാത്രികയാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ മുൻ അധ്യക്ഷ കൂടിയായിരുന്നു. അതോടൊപ്പം KPCCയുടെ കായികവേദിയുടെ മുൻ അധ്യക്ഷയുമായിരുന്നു പത്മിനി തോമസ്. പാർട്ടി നേതൃത്വവുമായി അങ്ങനെ ഇടയുക എന്ന് പറയാനാവില്ല. ഇതുവരെ പാർട്ടി ചുമതലകളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ചില പദവികൾ അവർ ആഗ്രഹിച്ചിരുന്നു. ആ രീതിയിൽ അത് കിട്ടാത്തതിലുള്ള അതൃപ്തിയും പത്മിനി തോമസിനുണ്ടായിരുന്നു. സമാനമായ രീതിയിലാണ് തിരുവനന്തപുരം DCC മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന തമ്പാനൂർ സതീഷും ഇപ്പോൾ BJP മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. പുനഃസംഘടനയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം തമ്പാനൂർ സതീഷ് പാർട്ടി വിട്ടിരുന്നു. അങ്ങനത്തെ ചുമതലകളൊക്കെ രാജിവെക്കുകയും ഒപ്പം അതിന് പിന്നാലെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സാമ്പത്തിക ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ച് രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു. എന്നാൽ സംഖ്യയാവാനോ സഖാവാകാനോ ഇല്ല എന്നുള്ളതായിരുന്നു തമ്പാനൂർ സതീഷ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് വിപരീതമായി ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനൊപ്പം എത്തിയും മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുകയാണ്. പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം വാർത്താ സമ്മേളനവും നടത്തും. അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ കോൺഗ്രസിനെതിരെ ചില ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കും. കോൺഗ്രസിൽ അതൃപ്തിയായിട്ടാണ് പാർട്ടി വിട്ടത് എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. അതിനുള്ള കാരണങ്ങളടക്കം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നും രാവിലെ അവർ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ നേതാക്കളോടൊപ്പം വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവർ എത്തുകയാണ്. ഇവിടെ ചെറിയൊരു ചടങ്ങ് പോലെ ഇവിടെയും ഒരു പരിപാടിയുണ്ട്. അതിനുശേഷമായിരിക്കും വാർത്താ സമ്മേളനം നടത്തുക. ഈ രണ്ടുപേർക്ക് പുറമെ കോൺഗ്രസിന്റെ മറ്റേതൊക്കെ ആളുകളുണ്ട് എന്നുള്ളത് ഇനിയാണ് വ്യക്തമാവുക. വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതാക്കളായ ചില ആളുകൾ കൂടി BJPയിലേക്ക് എത്തുമെന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞിരുന്നത്. പത്മിനി തോമസിന്റെ മകനും BJP അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലമീൻ, ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിന് തമ്പാനൂർ സതീഷ് ഇറങ്ങുന്ന കാഴ്ചയായിരിക്കുമോ നമ്മൾ കാണുക? കഴിഞ്ഞ വർഷം വരെയും ശശി തരൂരിന് വേണ്ടി വോട്ട് തേടി ഓടി നടന്നിരുന്ന തമ്പാനൂർ സതീഷ് ഇനി മുതൽ ശശി തരൂരിനെതിരായിട്ട് വോട്ട് തേടുമെന്നുള്ള ഒരു കൗതുകമായ കാഴ്ച കൂടി തെരഞ്ഞെടുപ്പ് വേദിയിൽ അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് കാണും എന്നുള്ളതാണ് ഏറെ പ്രധാനം. രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി അതായത് മുൻനിരയിൽ തമ്പാനൂർ സതീഷ് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് BJP അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഈ കോൺഗ്രസിന്റെ മുൻ DCC ജനറൽ സെക്രട്ടറിയുടെ തമ്പാനൂർ സതീഷും സഹയാത്രികയായിട്ടുള്ള പത്മിനി തോമസും ഒക്കെ BJP മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ BJPയിലേക്ക് എത്തും. കോൺഗ്രസിന്റെ വലിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ളതാണ് BJP നേതാക്കൾ അവകാശവാദമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലേക്ക് ഇന്നലെ വരെ കോൺഗ്രസിന്റെ വേദിയിൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് നടന്നിരുന്ന വർഷങ്ങളായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ BJPയുടെ വേദിയിലേക്ക് തൊട്ടുവണങ്ങിക്കൊണ്ട് കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രാഷ്ട്രീയത്തിലെ കൗതുക കാഴ്ചകളിൽ ഒന്നായി തിരുവനന്തപുരത്ത് ഈ കാഴ്ച മാറുകയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണാർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള NDAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ചടങ്ങിൽ ഒരു കാര്യം കൂടി ഇതിനിടയിൽ ചോദിച്ചോട്ടെ. തമ്പാനൂർ സതീഷ് എന്ന് പറയുമ്പോൾ ശശി തരൂരിനൊപ്പം പ്രചാരണത്തിന് മുൻനിരയിൽ നിന്നത് എന്ന് മാത്രമല്ല, പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തുന്നു. അതിനുശേഷം K. കരുണാകരന്റെ വിശ്വസ്തനായ തമ്പാനൂർ സതീഷ് BJPയിലേക്ക് എത്തുന്നു. അപ്പോൾ K. കരുണാകരനൊപ്പം ഉണ്ടായിരുന്നവർ പടിപടിയായി എത്തുമെന്നതിന്റെ ഒരു സൂചനയാണോ? ആ ഒരു വഴി വെട്ടുകയാണോ തമ്പാനൂർ സതീഷിലൂടെ? തമ്പാനൂർ സതീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രതികരണം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതൃസ്ഥാനമൊക്കെ രാജിവെച്ച് നിന്നപ്പോൾ കോൺഗ്രസിനെതിരെ അതിർത്തിയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു. കോൺഗ്രസ് വിട്ടാലും സംഖ്യയാകാനോ സഖാവാകാനോ താനില്ല, K. കരുണാകരന്റെ അരുമ ശിഷ്യനായി തുടരുമെന്നുള്ളതായിരുന്നു തമ്പാനൂർ സതീഷ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. ഒരുപക്ഷെ കരുണാകരന്റെ ശിഷ്യനായി തുടരാൻ കരുണാകരന്റെ മകളുള്ള പാർട്ടിയായിരിക്കും അനുയോജ്യമെന്ന് കണ്ടതുകൊണ്ടായിരിക്കണം തമ്പാനൂർ സതീഷ് സംഖ്യയാവാനില്ല എന്നുള്ള തീരുമാനം മാറ്റി ഒരുപക്ഷെ BJPയിലേക്ക് എത്തിയത്. ഏതായിരുന്നാലും കരുണാകരന്റെ അനുയായികളായിട്ട് ഒരുപാട് പേർ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ ഉണ്ട്. പത്മജയ്ക്ക് പിന്നാലെ തമ്പാനൂർ സതീഷ് വന്നിരിക്കുന്നു. ഇനി അതിനപ്പുറത്തേക്ക് ഏതൊക്കെ നേതാക്കൾ കരുണാകരന്റെ പാരമ്പര്യം പേർന്ന് കരുണാകരന്റെ ഓരം ചേർന്ന് നടന്നിരുന്ന പ്രവർത്തകർ ഇനി ആരൊക്കെ വരുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.
ഏതായാലും അത്തരത്തിൽ നിരവധി ആളുകൾ വരുമെന്നുള്ളതാണ് BJP നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ക്യാമ്പുമായി ബന്ധപ്പെടുമ്പോൾ അങ്ങനെ ആരും പോകില്ല. പോയാൽ തന്നെ തുരുമ്പെടുത്തതോ വക്കുപൊട്ടിയതോ ആയ കാക്കാശിന് വിലയില്ലാത്ത ആളുകളായിരിക്കും പോവുക. അവരെ കുറഞ്ഞ വിലക്കെടുക്കാൻ BJP രംഗത്തായി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ പോയേക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പ് നൽകുന്ന വിശദീകരണം. ഏതായിരുന്നാലും അങ്ങനെ ഒരു വിശദീകരണം നൽകുമ്പോഴും എത്ര കണ്ട് ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം രാത്രി വരെ കൂടെ നടക്കുകയും ഒപ്പം നടക്കുകയും ചെയ്യുന്നവരാണ് പെട്ടെന്ന് ഇരുട്ടി വിളിക്കുന്നതിനപ്പുറത്തേക്ക് BJP ചേരിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് നേതൃത്വത്തെയും ഞെട്ടിപ്പിച്ചു എന്ന് പറയാനാവില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരെ സംബന്ധിച്ചും ഞെട്ടിക്കുക എന്ന് പറയുമ്പോൾ അപൂർവമായി നടക്കുന്ന കാര്യങ്ങളിലാണ് ഞെട്ടൽ ഉളവാക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ പോകുന്നത് ഒരു പതിവ് കാഴ്ചയായതുകൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ അത് കേട്ട് ഞെട്ടുന്ന ഒരു സാഹചര്യം അവസാനിക്കുന്നു. ഞെട്ടൽ വിട്ടുമാറി എന്നാണ് അമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടുപേരാണ് ഇന്ന് കോൺഗ്രസ് വിട്ട് BJPയിൽ അംഗമായത്. വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്ന സൂചന BJP നൽകുന്നുമുണ്ട്.